First question. A sum of money lent out at 9% for 5 years a sum of money lent out at 9% for 5 years produces twice a sum of money lent out at 9% for 5 years produces twice as much interest as rupees 4,800 in 4.5 years, twice as much interest as rupees 4,800 in 4.5 years at 10%. Find the sum. For a certain sum of money lent out at 9% for 5 years produces twice as much interest as rupees 4,800 in 4.5 years at 10%. Find the sum. അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് അറിയത്തില്ല. അത് 9% റേറ്റ് 9%ഉം ടൈം 5 ഇയേഴ്സിനും കൊടുത്തപ്പം ഇവിടെ കൊടുത്തതിന്റെ ഇരട്ടി ഇൻട്രസ്റ്റ് കിട്ടി. ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4,800 റുപ്പീസിന് 4.5 ഇയേഴ്സിന് 10%. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ 2 ടൈംസ് ആണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡിന്റെ ലെറ്റ് ദ സം ബി എക്സ് എന്ന് എടുക്കാം. ലെറ്റ് ദ സം ബി എക്സ് ഓഫ് പി എടുക്കാം. നമുക്ക് പി എടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട സം പി ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ 9% ആണ് ടൈം 5 ഇയേഴ്സ് ബൈ 100. അപ്പോൾ 45/100 ആണ് ആദ്യത്തെ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് കേസിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ നമുക്ക് അറിയത്തില്ല, അതിനെ പി എന്ന് നമ്മൾ വിളിച്ചു. ഇൻട്രസ്റ്റിന്റെ ഫോർമുല PRT/100 ആണ്. 6 തന്നിട്ടുണ്ട്, 9%, ടൈം 5 ഇയേഴ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P ഇൻറ്റു 9 ഇൻറ്റു 5/100 ഈക്വൽ ടു 45/100 എന്ന് കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് P is equal to 4,800 ടൈം 4.5 ഇയേഴ്സ്. അപ്പോൾ നമുക്ക് 9/2 ഇയർ എന്ന് കിട്ടും. റേറ്റ് 10%. അവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4,800 ഇൻറ്റു 9/2 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 48/2 24 വരും. അപ്പം 24 ഇൻറ്റു 9 ഇൻറ്റു 10 വരും. 24 ഇൻറ്റു 9 ഇൻറ്റു 10 എന്ന് പറയുന്നത് 2160. ഗിവൺ ഇത് നമുക്ക് I2 എന്ന് വിളിക്കാം. ആദ്യത്തെ ഇൻട്രസ്റ്റ് I1 ആണ്. ഗിവൺ I1 ഈസ് ഈക്വൽ ടു 2I2 അതാണ് തന്നേക്കുന്നത്. ഫസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡിന്റെ 2 ടൈംസ് ട്വൈസ് ആണെന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ഇൻട്രസ്റ്റിന്റെ ട്വൈസ് ആണ് ഫസ്റ്റ് ഇൻട്രസ്റ്റ്. I1 ഈസ് ഈക്വൽ ടു 2I2. അപ്പൊ I1 എന്ന് പറയുന്നത് 45P/100. 45P/100 ആണ്. 45P/100 ആണ്. ഇവിടെ ഞാൻ P എഴുതാൻ വിട്ടുപോയതാണ്. 9 ഇൻറ്റു 5 ഇൻറ്റു P ആണ് 45P/100. അപ്പം I1 എന്ന് പറയുന്നത് 45P/100 ഇസ് ഈക്വൽ ടു I2 നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. I2 ഇസ് ഈക്വൽ ടു 2160. അപ്പം 2160. അപ്പം P ഇസ് ഈക്വൽ ടു 2160 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 45 എന്ന് വരും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2160 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 45 4,800 കിട്ടും. അപ്പം നമുക്ക് 45P/100 ഇൻറ്റു 2160 45P/100 is equal to 2160. Therefore, P is equal to നമ്മൾ ഇതിനെ 100/45 ചെയ്താൽ മതി. 2160 into 100 divided by 45. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 4800 എന്ന് കിട്ടും.
Second question, a certain sum of money amounts to rupees 9,440 in 3 years and to rupees 10,400 in 5 years. A certain sum of money amounts to rupees 9,440 in 3 years and to rupees 10,400 in 5 years. Find the sum and the rate percent. Find the sum and the rate percent. അപ്പോൾ ഇവിടെ എമൗണ്ട് ആണ് രണ്ട് കേസിലേയും തന്നേക്കുന്നത്. ഫസ്റ്റ് എമൗണ്ട് 9,400, അവിടെ ടൈം 3 ഇയേഴ്സ് ആണ്. സെക്കൻഡ് എമൗണ്ട് 10,400, ടൈം 5 ഇയേഴ്സുമാണ്. അപ്പം നമുക്ക് എമൗണ്ട് ഇൻ 3 ഇയേഴ്സ് ആണ് തന്നേക്കുന്നത് 9,440. അപ്പോൾ എമൗണ്ട് ഇൻ 3 ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താ? പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് ആണ് 9,440 അല്ലേ? എമൗണ്ട് ഓഫ് ഇൻ 3 ഇയേഴ്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. എമൗണ്ട് ഇൻ 3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് ആണ്. അപ്പം പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് 9,440. അതിനെ ഇക്വേഷൻ 1 എന്ന് എടുക്കാം. അടുത്തത് എമൗണ്ട് ഇൻ 5 ഇയേഴ്സ്. എമൗണ്ട് ഇൻ 5 ഇയേഴ്സ് ഈസ് ഈക്വൽ ടു rupees 10,400. അതെന്താണ്? പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ്. 5 വർഷത്തെ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ പ്ലസ് 5 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പി പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ് ആണ് 10,400 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 1ഉം 2ഉം നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ് കിട്ടും. അപ്പം ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്താൽ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് പി പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സും ഇത് പി പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ്. അപ്പം ഇൻട്രസ്റ്റ് ഫോർ 5 ഇയർ പി ക്യാൻസൽ ചെയ്തപ്പോൾ ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് ഈസ് ഈക്വൽ ടു 10,400 മൈനസ് 9,440. അപ്പം നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പം 960 കിട്ടും. 10,400 മൈനസ് 9,440 ചെയ്യുമ്പോൾ 960. അപ്പം നമുക്ക് എന്താ കിട്ടിയേ? ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ്. ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് ഇസ് ഈക്വൽ ടു 960. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പം എല്ലാ വർഷത്തെയും ഇൻട്രസ്റ്റ് ഈക്വലാണ്. അപ്പോൾ 5 വർഷത്തെ ഇൻട്രസ്റ്റ് മൈനസ് 3 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ്. ദെർഫോർ ഇൻട്രസ്റ്റ് ഫോർ എല്ലാ വർഷവും ഈക്വൽ ആയിട്ടാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 5 പ്രാവശ്യം എടുക്കുമ്പോഴാണ് നമുക്ക് 5 ഇയേഴ്സിന്റെ കിട്ടുന്നത്. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 3 ടൈംസ് എടുക്കുമ്പോഴാണ് 3 വർഷത്തെ കിട്ടുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ്. ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് ഇസ് ഈക്വൽ ടു 960. അപ്പോൾ ഒരു വർഷത്തെ കിട്ടാൻ വേണ്ടി ബൈ 2 ചെയ്താൽ മതി. Therefore, interest for 1 year is equal to 960 divided by 2 equal to 480 എന്ന് കിട്ടി. അപ്പം ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ 480. അപ്പം ഇൻട്രസ്റ്റ് ഫോർ 3 ഇയർ അപ്പം നമുക്ക് 480 ഇൻറ്റു 3 എന്ന് പറയാം. ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ 960 by 2 480 കിട്ടി. Therefore, ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 480 ഇൻറ്റു 3 1440 വരും. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് പി പ്ലസ് ഐ ഫോർ 3 ഇയേഴ്സ് ഈസ് ഈക്വൽ ടു 9440 എന്ന് പറയും. അപ്പോൾ പി പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 4 ഇയേഴ്സ് എന്ന് പറയുന്നത് 1440 ആണ്.
അത് 9440 എന്ന് കിട്ടി. അപ്പൊ ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പി പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് ആണ് 9440 എന്ന്. അതിവിടെ നമ്മൾ പി പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് 9440 അതിൻ്റെ അകത്ത് കൊണ്ടുപോയി നമ്മൾ ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി പ്ലസ് 1440 is equal to 9440 എന്ന് വരും. Therefore, P is equal to 9440 minus 1440 എന്ന് വരും. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 8000 എന്ന് കിട്ടും. അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ഇസ് ഈക്വൽ ടു 8000 എന്ന് കിട്ടി. ഇനി എന്താണ് ചോദിച്ചേക്കുന്നത്? റേറ്റ് പെർസെൻറ്റേജ്. അപ്പം റേറ്റ് കണ്ടുപിടിക്കണം. അപ്പം P is equal to 8000, I is equal to 1440, ടൈം ഇസ് ഈക്വൽ ടു 3 ഇയേഴ്സ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഡേറ്റ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് 1440 എന്ന് പറയുന്നത് 3 വർഷത്തെ ഇൻട്രസ്റ്റാണ്. അപ്പം പ്രിൻസിപ്പൾ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ടൈം ഉണ്ട്. അപ്പോൾ റേറ്റ് കാണാൻ വേണ്ടി R ഇസ് ഈക്വൽ ടു 100I ബൈ P ഇൻറ്റു T എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുവാണെങ്കിൽ 100 ഇൻറ്റു 1440 ഡിവൈഡഡ് ബൈ 8000 ഇൻറ്റു 3. അപ്പോൾ 144 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 3 4s are 12, 48 വരും. 12 24 ആകുമ്പോൾ 8, 48 ബൈ 8 6%. അപ്പം നമുക്ക് റേറ്റ് പെർസെൻറ്റേജ് 6 എന്ന് കിട്ടും. അപ്പം നമ്മളോട് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത്. സമ്മും കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അതായത് പ്രിൻസിപ്പളും റേറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എമൗണ്ട് ഇൻ 3 ഇയേഴ്സും എമൗണ്ട് ഇൻ 5 ഇയേഴ്സും. അപ്പം എമൗണ്ട് ഇൻ 3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ്. എമൗണ്ട് ഇൻ 5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ്. അപ്പം അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ്. എല്ലാ വർഷത്തെയും ഇൻട്രസ്റ്റ് സെയിം ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഫോർ 5 ഇയേഴ്സ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഇയേഴ്സിന്റെ ഇൻട്രസ്റ്റാണ്. അത് നമുക്ക് 960 എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ബൈ 2 ചെയ്യുമ്പോൾ കിട്ടും. ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ ഇസ് ഈക്വൽ ടു 480. അപ്പം 3 വർഷത്തെ കാണാൻ വേണ്ടി ഇൻറ്റു 3 ചെയ്തു. ഇനി ഇക്വേഷൻ 1 നമ്മൾ പി പ്ലസ് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് 9440 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഇയേഴ്സിന് ഇൻട്രസ്റ്റ് 1440 കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം പി ഇസ് ഈക്വൽ ടു 8000 എന്ന് കിട്ടും. പി 8000 കിട്ടിക്കഴിഞ്ഞാൽ ആ 3 വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ടൈം 3 ഇയേഴ്സ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആറിന് കൊടുക്കാൻ വേണ്ടി 100I ഡിവൈഡ് ബൈ PT ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6% കിട്ടും.